സമയമാണ്. അങ്ങനെ ആ നിലയിൽ അന്നത്തെ ആ പരിചയം ഞാൻ ഈ രാജ്യത്ത് വന്നപ്പോൾ ഇവിടെ ഉണ്ട് എന്നറിയിച്ചപ്പോൾ തന്നെ ഷിൻസിന് വലിയൊരു താല്പര്യം ഇവിടെ എന്നെ അത് കൊണ്ടുവരണമെന്നും ശുശ്രൂഷയ്ക്കുള്ളൊരു വേദി ഒരുക്കപ്പെടണമെന്നും അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ എത്തിച്ചേരുവാനുള്ളൊരു അവസരം കർത്താവ് തന്നത്. വിശേഷാൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. എൻ്റെ ഏറ്റവും അടുത്ത സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ വരുന്നു എന്നറിഞ്ഞതിൽ നിലമ്പൂരുകാരാണ് അവർ. ചില വർഷങ്ങളായിട്ട് പ്രിയ റജി ബ്രദറും ശൈല സിസ്റ്ററും ഈ രാജ്യത്ത് ജോലി ചെയ്യുന്ന ദേശത്ത് ആയിരിക്കുന്നു. മറ്റൊരു കൂട്ടായ്മയിലാണ് അവരെ പങ്കെടുക്കുന്നതെങ്കിലും ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞതിൽ അവരും ഇവിടെ എത്തിച്ചേർന്നു. നിങ്ങളെ വിശേഷാൽ രണ്ടുപേരെ ഞാൻ വന്ദനം ചെയ്യാൻ. രണ്ടാൺമക്കളെ അവർക്ക് ദാനമായി ദൈവം കൊടുത്തിട്ടുണ്ട്. മൂത്ത മകൻ പ്രിയ ഷിറിൻ തിരുവല്ലായിൽ MCAക്ക് പഠിക്കുന്നു. ഇവരിവിടെ ഉള്ളത് കൊണ്ട് ആ കോളേജിൻ്റെ കാര്യങ്ങളിൽ, അവൻ്റെ എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ ലോക്കൽ പേരൻ്റ് എന്ന നിലയിൽ ഞാൻ ആ ചുമതല വഹിക്കുകയും കഴിഞ്ഞ നാളുകൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ്റെ കോളേജിലെ കാര്യങ്ങളിൽ സഹകരിക്കുകയും ചെയ്യും. ഞങ്ങളോടൊപ്പം ആ കുഞ്ഞ് ആരാധിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെയാണ് ദൈവം അവർക്ക് ദാനമായി നൽകിയിട്ടുള്ളത്. ദയവായി അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർ ഇവിടെ തന്നെയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഈ സ്ഥലങ്ങളെ കുറിച്ചൊന്നും, അതുകൊണ്ട് എവിടെയാണെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആരാധന കഴിയുമ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കതറിയാൻ കഴിയും. കാരണം എനിക്കറിയത്തില്ല സ്ഥലങ്ങളൊന്നും എന്നുള്ളത് കൊണ്ട്. പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസനിലൂടെ ശക്തമായ ഒരു സന്ദേശമാണ് കേട്ടത്. ആമേ. തങ്ക കിരീടങ്ങൾ ദൈവം അവർക്ക് നൽകുകയാണ്. അഭിനന്ദനങ്ങൾ, ദൈവത്താലുള്ള വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ. പ്രിയമുള്ളവരെ, ഈ ദേശത്ത് ദൈവം നമ്മെ എത്രത്തോളം ആദരിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓരോ ദിവസവും പ്രതിസന്ധികൾ കുറയുകയല്ല കൂടുകയും, അല്ലേ? അങ്ങനെയല്ലേ? ഇന്നത്തെ പ്രതിസന്ധിയല്ല നാളെ. ആമേൻ. നിങ്ങൾ ഓരോ ദിവസത്തെ മാധ്യമ ന്യൂസുകൾ ശ്രദ്ധിച്ചാൽ വാസ്തവത്തിൽ അങ്കലാപ്പാണ്, അല്ലേ? ഇനി എങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും, ഇനി എങ്ങനെ ജോലിക്ക് പോകും, എങ്ങനെ വീട്ടിൽ താമസിക്കും, ഇനി എങ്ങനെയാണ് അടുത്ത നിമിഷങ്ങൾ, ഇതൊക്കെ ഒരു വലിയ ആശങ്കയായിട്ട് മാറി ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ രാജ്യത്തും ഇത്ര സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് എനിക്ക് ഏറ്റവും അടുത്ത ഒരു ചർച്ചാണ്. ഞാൻ അസംബ്ലി സപ്പോർട്ടിലെ ഒരു ശുശ്രൂഷകനാണെങ്കിലും ഷാരോൺ ഫെലോഷിപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജോൺസൺ സാമുവൽ സാറ്, ഞങ്ങൾ സണ്ണി സാറെന്ന് പറയും, ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നത് ചെങ്ങന്നൂർ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ ടൈറ്റസ് ജോൺസൺ കുറേ നാളുകൾ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബഹ്റിനിലെ ഷാരോൺ സഭയുടെ പാസ്റ്ററാണ്. അങ്ങനെ ആ കുടുംബങ്ങളുമായിട്ട് വളരെ അടുത്ത് സഹകരിപ്പാൻ കുറേ വർഷങ്ങളായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴും പ്രിയപ്പെട്ട സണ്ണി സാറിനെ കണ്ട് സംസാരിച്ച് പ്രാർത്ഥിച്ച് ഒക്കെയാണ് എത്തിച്ചേരുവാനിടയായത്. മാത്രമല്ല എൻ്റെ സഹോദരങ്ങളിൽ ചിലർ ഷാരോൺ സഭയിലുണ്ട്. ഷാരോൺ ബൈബിൾ കോളേജിൽ ലേഡീസ് പഠിക്കുന്ന വേളയിൽ എൻ്റെ ഒരു സിസ്റ്റർ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ മംഗലാപുരത്ത് കർത്താവിൻ്റെ വേദിയിലാണ്. അപ്പം അങ്ങനെ ഷാരോൺ സഭയുമായി ദീർഘനാളുകളായിട്ട് അടുത്ത് സഹകരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെയും ഈ ഫെലോഷിപ്പിൽ വന്ന് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വളരെ വേഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ദൈവവചന ചിന്ത നിങ്ങളുമായി വേഗത്തിൽ പങ്കുവയ്ക്കും. വളരെ പ്രാർത്ഥനയോടെ കർത്താവ് എന്നോട് സംസാരിക്കണം എന്നുള്ള വാഞ്ചയോടെ ഏവർക്കുമായിരിക്കാം. പുതിയ നിയമത്തിലെ ഒരു വാക്യമാണ് പ്രാരംഭത്തിൽ വായിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അത് ആരെങ്കിലും ഒരാളെന്ന് വായിക്കണം. ഫിലേമോന്റെ ലേഖനം, അതിന്റെ 11-ാം വാക്യമാണ് പ്രാരംഭമായിട്ട് വായിക്കേണ്ടത്. ഫിലേമോന്റെ ലേഖനം, അതിന്റെ 11-ാമത്തെ വാക്യം. സിസ്റ്റർ അനുഗ്രഹിക്കട്ടെ. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം കൂടെ ഒന്ന് വായിക്കണം. യെഹെസ്കേൽ 37-ന്റെ 3-ാമത്തെ വാക്യം. നമ്മുടെ കണ്ണുകളെ വീണ്ടും അടയ്ക്കുക. ദൈവശബ്ദത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുക. സങ്കീർത്തനത്തിലൂടെയും ആരാധന ആരംഭിച്ച സമയം മുതലും ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഞാൻ ഏറെ കർത്താവിൽ സന്തോഷിക്കുന്നു. കാരണം ഒരു ആത്മീക ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരംഭിച്ച സമയം മുതൽ കർത്താവ് ദാസനിലൂടെ ശക്തമായ സന്ദേശമാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. പാട്ടുകളിലൂടെ ആയാലും, പ്രാർത്ഥനയായാലും, ടെസ്റ്റ് മണി ആയാലും എല്ലാം ഇപ്പോഴും ഇവിടുന്ന് വായിപ്പാനിടയായതും അങ്ങനെ തന്നെയാണ്. എന്താണ് നമ്മൾ വായിച്ചത്? ഒരിക്കൽ പ്രയോജനമില്ലാത്തത് എന്നാൽ ഇപ്പോൾ നല്ല പ്രയോജനമുള്ളത്. ഇന്ന് രാത്രി നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് പ്രിയമുള്ളവർ. ആശങ്കകൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ദേശത്ത് നമ്മെ ഒരുക്കിയല്ലോ. കഴിഞ്ഞ ക്രിസ്മസിന്റെ 25-ാം തീയതി പ്രഭാതം 3 മണിയായപ്പോൾ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിലെ അമ്മത്തൊട്ടിലിൽ അലാറം അടിക്കാനിടയായി. അലാറം അടിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനസ്സിലാകും ആരോ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം. നേഴ്സസ് നോക്കുമ്പോൾ 3 ദിവസം പ്രായമായ പെൺകുഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത് ആദ്യത്തേതല്ല, 25-ാമത്തേതാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും ധാരാളം ആളുകൾ ഒറ്റപ്പെടുമ്പോൾ, ഉപേക്ഷിക്കപ്പെടുമ്പോൾ, തള്ളപ്പെടുമ്പോൾ ഇന്ന് രാത്രി ചേർത്ത് പിടിച്ച ദൈവത്തിന് കരുതലോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, തിരുമുൻപാകെ ഞങ്ങളെ സമർപ്പിക്കാം. കർത്താവേ, ഒറ്റപ്പെട്ട വേളയിൽ, ആരുമില്ലാത്ത വേളയിൽ, സകലരാൽ തള്ളപ്പെട്ട വേളയിൽ ചേർത്ത് പിടിച്ച അവിടുത്തെ കരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചനമായി പലരുടെയാണ്. മാനുഷിക ജ്ഞാനമല്ല ഞങ്ങൾ കേൾക്കേണ്ടത്, ദൈവശബ്ദം കേൾക്കാനുള്ള വാഞ്ചയോടെ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കണം. കാരണം ദൈവസന്നിധി വേറെ സന്തോഷം അല്ലേ? ലോക മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ സന്തോഷം പല നിലകളിലാണ്, പല രീതികളിലാണ്. പക്ഷെ ദൈവജനത്തിന്റെ സന്തോഷം എന്താണ്? ദൈവത്തെ ആരാധിക്കുന്നതാണ് അല്ലേ? വചനം കേൾക്കുന്നതാണ്, പ്രാർത്ഥനയാണ്, പാട്ടാണ്. അതുകൊണ്ട് രാത്രി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഞാൻ വായിച്ച ആ വേദഭാഗത്ത് നിന്നും വളരെ പെട്ടെന്ന് എനിക്ക് തന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് പ്രേരണയുണ്ട്. സ്തോത്രം. നമ്മൾ വായിച്ചത് ഫിലേമോന്റെ ലേഖനം 11-ാമത്തെ വാക്യമാണ്. ആ 2 വാക്യം, പഴയ നിയമത്തിൽ ഒരു വാക്യം നമ്മൾ വായിച്ചല്ലോ, എസ്കേൽ പ്രവചനം 37-ാം അധ്യായം 3-ാം വാക്യം. ഈ 2 വാക്യങ്ങൾ കൂടെ ചേർത്ത് ഒരുമിച്ച് ഞാൻ പങ്കുവയ്ക്കുന്നത് പ്രയോജനമില്ല എന്ന് പറഞ്ഞതിനെ പ്രയോജനപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ച്. ആമേൻ. ഈ 2 വാക്യങ്ങളുടെയും ആകത്തുക എന്ന് പറയുന്നത്, കണ്ടന്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും ക്രീം വാക്കെന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? താങ്ക് യു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ആമേ, പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു അല്പമൊക്കെ സമാധാനം പിന്നെ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടിയോ? ഓരോ ദിവസവും സംഭവിക്കുന്ന സംഭവങ്ങൾ എത്ര ആശങ്ക നിറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ദൈവജനത്തെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരി കാലങ്ങളൊന്നും ഇവിടെ ജീവിക്കേണ്ടവരല്ല. ആണോ? ആമേൻ. ഹല്ലേലൂയ. എത്രയോ പ്രിയപ്പെട്ടവര്, ആമേൻ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സ്നേഹിതർ, ഇവരൊക്കെ നമ്മെ വിട്ട് മാറിയിട്ടുണ്ട്. നിന്റെ മോളുടെ പിതാവ് ഇവിടെ കൊച്ചു ചെറുപ്പത്തിലാണ് ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ട്, അവർ കുഞ്ഞുങ്ങളാണ്. പക്ഷെ ദൈവം ഇന്ന് വരെ നല്ല പിതാവായി, നല്ല മാതാവായി ആ കുഞ്ഞുങ്ങളെ, ആ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ പരിപാലിച്ചല്ലോ. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. ആരൊക്കെ മാറിപ്പോയാലും മാറാത്തൊരു നല്ല ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഈ രാത്രി നാം ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എന്താ വായിച്ചത്? അവൻ മുമ്പേ ഒട്ടും പ്രയോജനമില്ലാത്തവൻ, യൂസ്ലെസ് ആണ്. പക്ഷെ ഇപ്പോൾ നിനക്കും എനിക്കും അവൻ നല്ല പ്രയോജനം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ, പ്രയോജനമില്ലാത്ത കുറെ നാളുകൾ അല്ലേ?
ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട്, കുറച്ച് നാളുകൾക്ക് മുൻപേ ഈ ദൈവത്തെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. അല്ലെ, കുറെ നാളുകൾക്ക് മുമ്പേ ഈ ദൈവ സാന്നിധ്യം ഒന്ന് അറിഞ്ഞെങ്കിൽ എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന്. എന്താ കാര്യം? ഇതിന്റെ മഹത്വം അത്ര ശ്രേഷ്ഠതയുള്ള പലർക്കും അത് അറിയില്ല. ഹല്ലേലൂയ. പലരും അത് നിരസിക്കുകയാ. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ വന്ന് നിങ്ങൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കർത്താവേ, എത്ര സന്തോഷത്തോടെയാ ദൈവത്തെ ആരാധിക്കുന്നത്. ഇതാരെങ്കിലും പ്രേരിപ്പിച്ചിട്ടാണോ? നിർബന്ധിച്ചിട്ടാണോ? പോയില്ലെങ്കിൽ പാസ്റ്റർ വഴക്ക് പറയാന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ 31 വർഷമായി സഭയുടെ പാസ്റ്റർ, അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനാണ്. ചിലരൊക്കെ ആരാധനയ്ക്ക് വരത്തില്ല. ആമേൻ. നിസ്സാര കാരണങ്ങളാച്ചാ, നിസ്സാര കാരണങ്ങളാണ്. വന്നില്ല. എന്താ സഹോദരി വരാത്തത് ചോദിച്ചാൽ വന്നില്ലെന്നുള്ളതേ ഉള്ളതെന്നാണ് പറയുന്നത്. അത്രയും അവർ വേറെ കാരണമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ, നമുക്കും കാരണം കണ്ടെത്താം. പക്ഷേ നമുക്ക് പറ്റില്ല, മാറിയിരിക്കാൻ പറ്റില്ല, ആമേൻ, അടങ്ങിയിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടുത്തെ ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ എത്ര നന്ദിയോടെ ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു 3 ദിവസമായിട്ട് ദുബായിൽ ഒരു സഹോദരനെ എൻ്റെ കൂടെ കൂട്ടി. സ്തോത്രം. അദ്ദേഹം ഒരു പിന്മാറ്റക്കാരൻ, 8 മാസമായിട്ട് ആരാധനയ്ക്ക് പോകത്തില്ല. ഞാനതൊന്നും അറിയുന്നില്ല. മറ്റൊരാൾ എന്നെ പരിചയപ്പെടുത്ത നല്ലൊരു സഹോദരനുണ്ട്. അദ്ദേഹം പാർശ്വ താമസിക്കുന്ന തൊട്ടടുത്ത് ദുബായിൽ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയതാണ്. ഇദ്ദേഹം നല്ല സഹോദരനാണ്. കാരണം നമ്മളെക്കാൾ നന്നായിട്ട് വചനം പറയും. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് തന്നെ പുള്ളി പറയത്തുള്ളൂ. വെളിപ്പാട് പുസ്തകമൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു ദിവസം പരിചയപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ബ്രദറെ ഒരു കാര്യം ചെയ്യും, വൈകിട്ട് ഞാൻ താമസിക്കുന്ന മുറി വരണം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന്. പുള്ളി ഉഴപ്പാനൊക്കെ ശ്രമിച്ചു. പക്ഷേ എൻ്റെ നിർബന്ധം കൊണ്ട് വന്നു. പ്രാർത്ഥിച്ചു. ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനമൊക്കെ ഞാൻ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ദൈവം ചിലരെ ഹല്ലേലൂയ തക്ക സമയത്ത് വേർതിരിക്കുന്നു. ഇന്ന് ആ മനുഷ്യൻ എന്നെ ആ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടിട്ട് കാറിൽ കൊണ്ടുവിട്ടിട്ട് പറയുകയാണ്, പാസ്റ്ററെ, എൻ്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടി മാത്രമായിരിക്കാം ദൈവം പാസ്റ്ററെ കൊണ്ട് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? ആമേൻ. എല്ലാവരും മുമ്പ് നല്ല പാട്ടാണ്, നന്നായിട്ട് ആരാധിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ആമേൻ. ഞായറാഴ്ച ഇവിടെ കണ്ടില്ലെങ്കിൽ, കാരണം ദുബായിൽ ഒത്തിരി സഭകളല്ലേ, ഇദ്ദേഹം പാസ്റ്ററോട് വിളിച്ച് പറയും, എനിക്ക് സമയമില്ലായിരുന്നു, ഞാൻ ആ സഭയിൽ പോയെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടുത്തെ പാസ്റ്റർ നമ്പറൊക്കെ വാങ്ങിയിട്ട് പിറ്റേ ആഴ്ച വിളിക്കും, എന്താ ബ്രദറെ, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നല്ലോ, ഞാൻ വേറെ സഭയിൽ പോയെന്ന് പറയും. പോകത്തില്ല. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ കളിപ്പിച്ച് നടക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവം ഹല്ലേലൂയ അതിനല്ല നമ്മെ വിളിച്ചത്. ഈ ഭാഗത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. സ്തോത്രം. ഫിലേമോന്റെ ലേഖനം നാം വായിച്ച് പഠിക്കുമ്പോൾ കൊലോസിയ പട്ടണത്തിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ആ സഭ, അല്ലെങ്കിൽ ഫിലേമോൻ ആരാധിക്കുന്ന സഭ. അന്ന് ഹൗസ് ചർച്ചുകളാണ്. പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ അന്ത്യോക്യ, ഗലാത്യ, അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ സഞ്ചരിച്ചിട്ട് കൊലോസിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ച് വിശ്വാസത്തിലേക്ക് വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഫിലേമോന്റെ ഭവനം. മാത്രമല്ല, ആ ഭവനത്തിൽ ആരാധന ആരംഭിച്ചു. ധാരാളം ആളുകൾ അവിടെ വന്നു. പൗലോസിന്റെ ആ യാത്ര സംബന്ധിച്ച് മറ്റു സ്ഥലങ്ങളിൽ തന്നെ യാത്ര ചെയ്തു. എന്നാൽ ഒത്തിരി ആളുകൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലരും വന്നുകൊണ്ടേയിരുന്നു. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരടിമയും അവിടെ ഉണ്ടായിരുന്നു. അന്ന് അടിമ വ്യാപാരം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അടിമകളെ വിലയ്ക്ക് വാങ്ങി വീട്ടിൽ പാർപ്പിക്കുന്ന പ്രവണത ഉണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആ ഒനേസിമോസ് എന്ന് പറയുന്ന ഈ യൗവനക്കാരനും അവിടെ ഉണ്ട്. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ക്രമക്കേട് അവൻ ജീവിതത്തിൽ ഉണ്ടാകുകയും ഇവൻ ജയിലിൽ ചെന്നുപെടുകയും ചെയ്തു, കേസ് നിമിത്തം. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പൗലോസ് ഈ സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് പിന്നെ മറ്റിടങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടവനായി പൗലോസ് ജയിലിൽ ചെല്ലാനിടയായി. ഞാൻ പറയട്ടെ, അവിടെ വെച്ച് ജയിലിനകത്ത് വെച്ച് പൗലോസ് ഒനേസിമോസിനെ രക്ഷയിലേക്ക് നയിക്കാനിടയായി. അതൊരു മുഖാന്തരമായി മാറി. അവിടെ വെച്ച് ദൈവകൃപയിലേക്ക് വരാനിടയായി. എന്നാൽ കൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒനേസിമോസിന് വളരെ വേഗത്തിൽ പെട്ടെന്ന് റിലീസാകാനുള്ള ഒരു വേദി ഒരുക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ തനിക്ക് പെട്ടെന്ന്
ജയിലിൽ നിന്നും മോചിക്കപ്പെട്ട് വീട്ടിൽ പോകാം. പക്ഷെ നമുക്കറിയാം, ഒരടിമയെ ഒരാൾ വിലയ്ക്ക് വാങ്ങിയാൽ അവൻ ജീവപര്യന്തം ആ വ്യക്തിയുടെ അടിമയാണ്. പോകാൻ വേറെ സ്ഥലമില്ല. എങ്ങോട്ട് പോകും? പോകാൻ ഒരു സ്ഥലവുമില്ല. അവൻ ആകെ ആശങ്കപ്പെട്ടു, ഞാൻ എങ്ങോട്ട് പോകും? ഹല്ലേലൂയ. അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, നീ ഒന്നും പേടിക്കണ്ട. നീ എവിടെ നിന്ന് വന്നോ അവിടെ ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. നീ എവിടെ തിരസ്കരിക്കപ്പെട്ടോ, എവിടെ നീ ഒറ്റപ്പെട്ടോ, എവിടെ നീ അടിമയായിരുന്നോ അവിടെ ഞാൻ നിന്നെ പറഞ്ഞു വിടാൻ പോവാ. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞു വിടുന്നത് ഒരു അടിമയായിട്ടല്ല. മനസ്സിലായോ? ഹല്ലേലൂയ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ. ഫിലേമോന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള വേദി ഒരുക്കപ്പെട്ടപ്പോൾ, പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് ഒരു ലെറ്റർ അങ്ങ് എഴുതി. അതുകൊണ്ടാണ് ഇത് ചെറിയ ലേഖനമായിട്ട്. കാരണം പെട്ടെന്നല്ലേ. മറ്റു ലേഖനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒത്തിരി സമയം കെട്ടിക്കാണും എഴുതാൻ വേണ്ടി. പക്ഷേ ഇത് ഒറ്റ അധ്യായമേ ഉള്ളൂ, 25 വാക്യങ്ങളേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു പെട്ടെന്നായതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതല്ലേ. ലേഖനങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടല്ലേ. കാരാഗ്രഹ ലേഖനങ്ങളെന്നും ഇടയ ലേഖനങ്ങളെന്നുമാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണെന്ന് അറിയാമോ? ഒരു കാരാഗ്രഹ ലേഖനമാണ്. പ്രിസൺ എപ്പിസോഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്തെ ഉള്ളടക്കമാണ് ഏറ്റവും പ്രമേയമായി എനിക്ക് പങ്കുവയ്ക്കേണ്ടത്. ആ ഉള്ളടക്കം എന്താണെന്നൊന്ന് പെട്ടെന്ന് പറയാം. 7-ാം വാക്യം ഒന്ന് വായിക്കുമോ? 7-ാം വാക്യം. സഹോദര, നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്നവനാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ, ഇവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നേരത്തെ ഇവനെ എങ്ങനെ അയച്ചോ ആ രീതിയിൽ കാണാൻ പാടില്ല എന്ന അർത്ഥമാണ് അത് ധ്വനിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. നീ വിശുദ്ധന്മാരുടെ ഹൃദയം എന്ത് ചെയ്തു? തണുപ്പിച്ചു. ആമേൻ. ഒരു ചർച്ചിന്റെ ക്വാളിറ്റിയാണ്. മനസ്സിലായോ? ആമേൻ. സഭ എന്താണ്? ഒരു തണുപ്പ അല്ലേ? ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വരുമ്പോൾ ഒരു തണുപ്പുണ്ടാകണം, ഒരു അനുഭവം ഉണ്ടാകണം, ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകണം. ഹല്ലേലൂയ. അതിനകത്ത് വരുന്നവർ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം അനുഭവിക്കണം. പലയിടങ്ങളിലും അതങ്ങ് മാറുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു കമ്മിറ്റി വരണം, ഒരു ആലോചന വരണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരണം. തണുപ്പാണോ ചൂടാണോ എന്നൊക്കെ ഉള്ളത് നാം മനസ്സിലാക്കേണ്ടതല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവസഭ ഒരു തണുപ്പിന്റെ അനുഭവമാണല്ലേ. ആമേൻ. നമുക്കറിയാം, ലോകത്തിൽ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ശ്രദ്ധിച്ചു, അവൻ നന്നായിട്ടൊക്കെ ആരാധിക്കുന്നെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ആശങ്ക. ജോലി പോമോ? വിസ തീരാറായല്ലോ, കൊച്ചിന്റെ ഫീസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. എന്തെല്ലാം ആശങ്കകളാ. ആമേൻ. എന്തെല്ലാം പ്രതിസന്ധികളാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ആശങ്കകൾ നമുക്കുള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു കുളിർമ, ദൈവത്തിന്റെ സാന്നിധ്യം അതാത് സന്ദർഭങ്ങളിൽ വചനത്തിലൂടെ ദൈവം തന്ന് നമ്മെ നടത്തുന്നില്ലേ? ഇതൊക്കെ ദൈവം പറയുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? പുറകോട്ടങ്ങ് പോവാ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, ഫിലേമോനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തണുപ്പാണ്, മറ്റുള്ളത് ആശ്വാസമാണ്. മാത്രമല്ല, തന്നെ കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുന്നു. അതിന്റെ 9-ാം വാക്യം വായിക്കും. 9-ാം വാക്യം. പൗലോസ് എന്ന് സ്നേഹം നിമിത്തം അപേക്ഷിക്കുന്നു. എന്താണ് അപേക്ഷിക്കുന്നത്? തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്താ പറയുന്നത്? തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകൻ. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കണം, എത്ര മനോഹരമാണ്. ഞാൻ ആ വാക്യം ഇവിടെ വന്നിരുന്നപ്പോൾ, ഞാൻ മറ്റൊരു ഭാഗമാണെങ്കിൽ പോലും ചിന്തിക്കേണ്ടതെങ്കിൽ പോലും, കർത്താവിന്റെ ദാസന്റെ സങ്കീർത്തന ധ്യാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആമേൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പറയണം എന്ന് എന്റെ മനസ്സിൽ പ്രേരണ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനിടയായത്.
അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, പൗലോസ് എന്ന വയസ്സനാണ് ഞാൻ, എങ്കിലും ആമേൻ ഞാൻ ക്രിസ്തുവിന്റെ ബദ്ധനുമാണ്, എങ്കിലും സ്നേഹം നിമിത്തം നിന്നോട് അപേക്ഷിക്കുന്നു. എന്താണ് അപേക്ഷിക്കുന്നത്? ആ അപേക്ഷിക്കുന്ന കാര്യമാണ് നമ്മൾ പിന്നീട് വായിപ്പാനിടയായത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്ത, പക്ഷെ ഇപ്പോൾ നല്ല പ്രയോജനം. ഓ, എത്ര മനോഹരമായ, എത്ര ശ്രേഷ്ഠകരമായ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അവനിൽ വന്ന രൂപാന്തരം, അവന്റെ മാറ്റം, അവനിൽ വന്ന വ്യത്യാസം, അവനിൽ വന്ന ആരാധന, അവന്റെ പ്രാർത്ഥനയുടെ ചേഞ്ച് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തടവിലിരിക്കുമ്പോൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നത്, ഒരുമിച്ചല്ലേ? അപ്പോൾ ഇവനിൽ വന്ന ചേഞ്ച് ഓരോ മിനിറ്റിലും കണ്ടുകൊണ്ടിരിക്കുക, ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ണൂര് താമസിക്കുന്ന വേളയിൽ ധാരാളം പ്രാവശ്യം സെൻട്രൽ ജയിലിലെ മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യാറുണ്ട്. ഇവർക്കൊക്കെ അറിയാം, സെൻട്രൽ പ്രസൻ അവിടെ കാണാം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രാർത്ഥിച്ച്, കർത്താവേ ഇതിനകത്തൊന്ന് കയറി എപ്പോഴെങ്കിലും ഒന്ന് ആളുകളെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ അത് നന്നായിരുന്നു എന്ന്. കൃപയാൽ അതിനു വേണ്ടിയുള്ള പെർമിഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തു. ഞാൻ പറയട്ടെ, അത് കിട്ടി. 2 വർഷം എല്ലാ 2ാം ഞായറാഴ്ചയും തടവുകാരോട് ചേർന്ന് ആരാധിപ്പാനിടയായിട്ടുണ്ട് സെൻട്രൽ ജയിലിനകത്ത് കണ്ണൂരിൽ. പ്രൈസ് ദി ലോർഡ്. അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സഹോദരൻ, ഷാരോൺ സഭയുടെ പെരുമ്പാവൂർ സെന്ററിലെ പാസ്റ്റർ, ഇപ്പോൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പരസ്യയോഗ പ്രസംഗത്തിനും കൂടിയാണ്. ആമേൻ. 16 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഞങ്ങളവിടെ ചെല്ലുമ്പോഴാണ് താൻ വ്യത്യാസപ്പെട്ട് മുൻപോട്ട് വന്നത്. പിന്നീട് പരോളിൽ വന്നപ്പോൾ സ്നാനപ്പെട്ടു. അങ്ങനെ വിവാഹം പിന്നീട് നടന്നു. അതിനുശേഷമായിട്ട് റിലീസായി കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷകനായിട്ട് താൻ മാറാനിടയാണ്. കാരണം എന്താണ്? അവിടെ കിടന്നുകൊണ്ട് തിരുവചനം വായിക്കാൻ ആരംഭിച്ചു. ഓ ഹല്ലേലൂയ. ഷാരോൺ കൺവെൻഷൻ തിരുവല്ലായി വരുമ്പോൾ എല്ലാ വർഷവും എന്നോട് കൂടെ വന്ന് താമസിക്കാറുണ്ട്. ഞാൻ പരസ്യോഗത്തിന് അദ്ദേഹത്തെ കൊണ്ടുപോകാറുണ്ട്. കാരണം പരസ്യോഗത്തിനൊക്കെ ഇങ്ങോട്ട് കയറ്റി നിർത്തിയാൽ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ പോലും നമുക്കൊന്നും പറയാൻ കിട്ടത്തില്ല. കാരണം പുള്ളിക്ക് അത്ര എക്സ്പീരിയൻസ്, അനുഭവമാണ്. ജീവിതത്തിൽ ഒത്തിരി ദൈവം പഠിപ്പിച്ചു. ഞാൻ പറയുന്നത്, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന് ഒരാളെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ ദൈവം വ്യത്യാസപ്പെടുത്താനിടയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ പല പ്രോബ്ലംസ് ആണ് പ്രോഫിറ്റ് ആയിട്ടുള്ളത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഭാരത്തോടെ ആയിരിക്കുന്നവരെ, വേദനയോടെ കടന്നു വന്നവരെ, ദൈവത്തിന് പരിശുദ്ധാത്മാവിന് നിങ്ങളെ കുറിച്ച് പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. ദൈവം വ്യത്യാസപ്പെടുത്തുവാൻ ശക്തൻ. മുമ്പ് ഇവൻ ആരാ? യൂസ്ലെസ്, ഒരു ഉപയോഗമില്ല, ഒരു പ്രയോജനമില്ല, യജമാനൊരു ഗുണവും അവനെ കൊണ്ടില്ല. പക്ഷെ ഇപ്പോൾ അവൻ ആരായി? പ്രയോജനപ്പെടുന്നവനായി. ഹല്ലേലൂയ. നോക്കൂ, അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, 13-ാം വാക്യം വായിക്കുമ്പോൾ 13 എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചേ. അത് നമ്മൾ വായിച്ചു. പൗലോസ് എന്ന വയസ്സനും ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കും ഞാൻ എന്ന് പറഞ്ഞില്ലേ തുടങ്ങിയത്. വേണമെങ്കിൽ ഇവൻ റിലീസായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പോകണമില്ലല്ലോ, ഇങ്ങോട്ട് പോകാനാണ്. അതുകൊണ്ടല്ലേ അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചത്. വേണമെങ്കിൽ പൗലോസിന് തന്നെ ശുശ്രൂഷിപ്പാൻ വേണ്ടി ഇവനെ കൂടെ നിർത്താമായിരുന്നു. മനസ്സിലായോ? കാരണം പ്രായമായി, വയസ്സായി, ഒരാളെ കൂടെ വേണം, അതുകൊണ്ട് നിർത്താമായിരുന്നു. പക്ഷേ എന്താണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്? സ്തോത്രം. വേണമെങ്കിൽ എനിക്കങ്ങനെ ചെയ്യാമായിരുന്നു. എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് എൻ്റെ അടുത്ത് എന്നോടൊപ്പം എനിക്ക് നിർത്താൻ കഴിയുമായിരുന്നു. പക്ഷേ എങ്കിലും 14-ാം വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. എങ്കിലും നിന്റെ ഗുണം. ഓ, ഒന്ന് ശ്രദ്ധിച്ചേ, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഗുണം നോക്കാമായിരുന്നു. എനിക്കൊരു കൂട്ടാളി അല്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കാൻ അവനെ നിർത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഗുണമല്ല. ഇന്ന് അനേകർ സ്വാർത്ഥരായിട്ട് മാറുമ്പോൾ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, യേശുക്രിസ്തുവിന്റെ ആ വചനത്തെ ഏറ്റെടുക്കുവാനും അംഗീകരിപ്പാനും അതിനെ ശിരസ വഹിപ്പാനും നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, ദൈവസഭയുടെ ദൗത്യം എന്താണ്? മറ്റുള്ളവരുടെ ഗുണങ്ങൾ. എനിക്ക് എഫേസ്യ ലേഖനമൊക്കെ എടുത്ത് പല വാക്യങ്ങൾ വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനുവേണ്ടി തയ്യാറാകുന്നില്ല. ഇതന്നെ മതിയല്ലോ, കാരണം അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ വാക്യങ്ങളിൽ. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ഗുണം. ഞാൻ അതിനെ ഇങ്ങനെ വിശദീകരിക്കട്ടെ. ഇവനിൽ വന്ന ചേഞ്ച് ഓരോ ദിവസവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിന് മനസ്സിലായി, ഫിലേമോന്റെ അടുത്തേക്കും ആ സഭയിലേക്കും പറഞ്ഞയച്ച അതിനകത്ത് ഗുണമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ചിലർ ചെന്ന ഒരു ഗുണമില്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. ചിലർ ഉറങ്ങാൻ വേണ്ടി മാത്രം സഭയിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട് നമ്മൾ. ഇവിടെ അങ്ങനെ ഇല്ലാത്തതിനായി സ്തോത്രം. ഞങ്ങൾക്കൊന്നും ഇവിടെ, ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു ഒരു സഭയിൽ ആരെ ഉണർത്തേണ്ടി വന്നില്ല. കാരണം അവർ നമ്മളെ ഉണർത്തിക്കോളും. ഞങ്ങൾക്ക് പിന്നെ അവിടെ വലിയ കുഴപ്പമൊന്നും. ആമേൻ, സ്തോത്രം. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ചിലര് പല ലക്ഷ്യങ്ങളാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇവനെ അങ്ങോട്ട് അയച്ചാൽ, ഇവനെ ആ സഭയിലേക്ക് പറഞ്ഞു വിട്ടാൽ അതിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. കാരണം എന്താണ്? അവനിൽ ചില ആത്മിക ഗുണങ്ങൾ. സ്തോത്രം. ഇന്ന് അനേകര് ഹല്ലേലൂയ ഭൗമികമായ നേട്ടത്തിന് വേണ്ടിയാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ആളാകാൻ വേണ്ടി ചെയ്യുന്നവരുമുണ്ട്. ആമേൻ. അധികാരത്തിന് വേണ്ടി നിൽക്കുന്നവർ കാണും. പക്ഷേ ലക്ഷ്യം മാറുമ്പോൾ, ആമേൻ, ലക്ഷ്യം മാറുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ആമേൻ, ലക്ഷ്യം മാറുമ്പോൾ ദൈവകൃപയിൽ നിന്നും അന്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് തടസ്സം നിൽക്കുകയാ. എന്നാൽ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ലക്ഷ്യത്തിലേക്ക് മടങ്ങി വരാം. കർത്താവ് ഉദ്ദേശിച്ച ആ കൃപയിലേക്ക് അടുത്തു വരാം. ദൈവത്തിന്റെ കൃപ ഈ രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. പ്രിയമുള്ളവരെ, എന്താണ് അവിടെ പറയുന്നത്? എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഗുണം നോക്കാം, പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഗുണമാണ് സഭയുടെ വളർച്ച. ഇവൻ അങ്ങോട്ട് ചെന്നാൽ ആ സഭയ്ക്കൊരു മുതൽക്കൂട്ടാകും എന്ന് ബോധ്യമായി. ഇനി അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അതൊന്ന് വായിക്കണം. 16-ാം വാക്യം. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. ഞാൻ ആ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. കാരണം അവർക്ക് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടത്തില്ല. വീടിനകത്ത് അവരാകപ്പാടെ ഒറ്റപ്പെട്ടും ഒക്കെ നിൽക്കും. ഇവിടെ വെച്ച് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കാണും. അപ്പോൾ അവരെ നമ്മളെക്കാൾ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, അവിടെ നാം കാണുന്നത് എങ്ങനെയാണ്? ഇനി അവൻ ദാസനല്ല, ദാസനു മീതെ. നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി വേണം ചിന്തിക്കാൻ. എന്ന് പറഞ്ഞാൽ, ഇവനെ മടക്കി അയക്കുമ്പോൾ ഒരടിമയായിട്ടല്ല നീ കാണേണ്ടത്. പ്രിയ സഹോദരനായി, അവൻ എനിക്ക് ഏറ്റവും പ്രിയൻ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ആമേൻ, ദൈവസഭയിൽ ഒറ്റപ്പെട്ടവര് കാണും, ആമേൻ, പണമില്ലാത്തവർ കാണും, ആമേൻ, പല കളറിലുള്ളവർ കാണും, പല കൾച്ചറുള്ളവർ കാണും. പക്ഷേ ഇന്ന് രാത്രി പറയട്ടെ, എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തി, ആമേൻ, അവർക്ക് വേണ്ട ആത്മിക ഭൗമിക സപ്പോർട്ട് കൊടുക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ പറയട്ടെ, ക്രിസ്തു വിഭാവനം ചെയ്ത കൃപയുടെ ആ വ്യാപാരം നമുക്കുണ്ടാകും. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ റൂമിൽ ഒരു അബ്ദുൽ മജീദ് പഠിക്കാൻ വേണ്ടി വന്നവിടെ ഉണ്ട്. സുൽത്താൻ ബത്തേരിക്കാരനാണ്. ഒരു 6-7 മാസമേ താൻ പഠിച്ചു. താൻ വിചാരിച്ചു ഇതൊക്കെ വലിയ സ്വർഗമായിരിക്കും. കാരണം രക്ഷിക്കപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല കഴിവും പ്രാപ്തിയും നല്ല ചെറുപ്പക്കാർ, നന്നായിട്ട് അന്ന് തന്നെ തബല വായിക്കും. ഇപ്പോഴും ശുശ്രൂഷയിലുണ്ട്. കേരളത്തിന് പുറത്തൊരു സ്ഥലത്താണ്. പ്രൈസ് ദി ലോർഡ്. 6 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പിന്നെ പഠിച്ചില്ല. ഞങ്ങളാകെ ഒത്തിരി നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഒറ്റ വാക്യമായതുകൊണ്ട് പറയുന്നത്, ഫിലിപ്പിലേഖനം 2-ാം അധ്യായം ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ. ഒറ്റ കാര്യം, ആരെ വിളിച്ച് ഗുണദോഷിച്ചാൽ
ടീച്ചേഴ്സ് എല്ലാം പറയും, പ്രിൻസിപ്പളും കൗൺസിലിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഡോക്ടറേറ്റൊക്കെ ഉള്ളവരാണ് പഠിപ്പിക്കുന്നവർ. അവർ വിളിച്ച് കൗൺസിലിങ്ങിന് വേണ്ടി ശ്രമിച്ചാലും അദ്ദേഹം പറയും, സാറേ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ഇതേ പറയാനുള്ളൂ. ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ. പഠിച്ചില്ല, പക്ഷെ പഠിച്ചില്ലെങ്കിലും ആമേ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലും ഇന്നും കർത്താവിൻ്റെ പേരിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ചിലരെ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ വാസ്തവം നമ്മൾ പറയും ഞങ്ങളെ നോക്കേണ്ടതൊക്കെ പറയും, പക്ഷെ നോക്കത്തില്ല ആൾക്കാർ. നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, വളരെ ശക്തമായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്കറിയാം. ഇവിടെ ഞാൻ പറയാനത് കാരണം എന്താണെന്നറിയാമോ? ഒനേസിമോസിനെ പറഞ്ഞയച്ചാൽ അവിടെ ചെന്ന് നടക്കുമെന്നറിയാം. അവനിൽ വന്ന വ്യത്യാസം സഭയ്ക്കകത്തും വെളിപ്പെടും എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞയക്കാൻ തീരുമാനിച്ചത്. ഇനിയും ശ്രദ്ധിക്കണം. അതിൻ്റെ 18ഉം 19ഉം കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. 18ാം വാക്യം വായിച്ച് എന്തൊരു ഞാനിങ്ങനെ ശ്രദ്ധിക്കും. ഞാനിങ്ങനെ ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. ഈ കത്ത് വായിച്ചാൽ ഇവനെ തിരസ്കരിക്കാൻ തോന്നുമോ? തള്ളിക്കളയാൻ തോന്നുമോ സഹോദരങ്ങളെ? തോന്നുമോ? ഇനി എന്തെങ്കിലും ദേഷ്യമോ ഒരു വല്ലാത്ത ഭാവമോ ഒക്കെ ഫിലോമോന്റെ മനസ്സിലുണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ഉണ്ടെങ്കിലും അത് വെച്ച് പുലർത്താൻ തോന്നുമോ? അച്ഛൻ തോന്നത്തില്ല. എന്താ കാര്യം? അത്ര ശക്തമായ സന്ദേശമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് നൽകിയ ആ വീണ്ടെടുപ്പിന്റെ വിലയെ ആമേൻ നാം ഒന്നുകൂടെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണ്, എന്തെങ്കിലും കൊടുത്തു, അവസാനത്തുള്ള രക്തം പറ്റി, അവസാന നിമിഷം ആ വിലാപ്പുറത്ത് പടയാളി കുന്തം വെച്ച് കുത്തുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ, രക്തവും വെള്ളവും കൂടെ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല, ബാക്കിയില്ല. മുഴുവനും ആമേൻ, രക്തം മുഴുവനും, അവൻ ജീവൻ മുഴുവനും, പ്രാണൻ മുഴുവനും നമുക്ക് വേണ്ടി നൽകിയെങ്കിൽ മുഖത്തെ രോമമൊക്കെ വലിച്ചു പറിച്ചപ്പോൾ, കളിയാക്കി പരിഹസിച്ചപ്പോൾ, ഒരൊറ്റ നോട്ടം നോക്കിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ യേശു, രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയത്, ഹല്ലേലൂയ, മറ്റ് പല ആളുകളെ സൗഖ്യമാക്കി, ലാസറിനെ ഉയർപ്പിച്ച, ഇങ്ങനെ അനേക അത്ഭുതങ്ങൾ ചെയ്യുന്ന അരിമനാഥനല്ലേ ആ ക്രൂശിൽ കിടക്കുന്നത്? അല്ലേ ചാ? ഒറ്റ നോട്ടം നോക്കിയപ്പോൾ ദഹിച്ച് കരിഞ്ഞു മാറത്തില്ലേ ഇവരെല്ലാം? തീക്കിരയാകത്തില്ലേ? പക്ഷേ നമുക്കൊരു കാര്യം അറിയാം. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില പ്രാണനാഥൻ ആ കാൽവരിയിൽ നൽകിയെങ്കിൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ അവഗണിക്കാൻ നമുക്ക് സാധ്യമല്ല. ആ കാൽവരിയെ ഈ രാത്രി ചുംബിച്ചുകൊണ്ട്, ഏറ്റെടുത്തുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ, അലസത മാറ്റി, മണി മാറ്റി, ഹല്ലേലൂയ, പിന്മാറ്റം മാറ്റി ദൈവത്തിലേക്ക് വന്ന് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? വൈഡന ഹസ്തന രഗനെ, ഹല്ലേലൂയ. ഒരിക്കലും തള്ളിക്കളയാത്തൊരു കഥ. നമ്മി മാറിപ്പോയപ്പോഴും, ഇതിനെ അവഗണിച്ചപ്പോഴും, ദൈവത്തിന്റെ ആലോചന തള്ളിക്കളഞ്ഞപ്പോഴും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ചേർത്ത് നിർത്തി മകനെ, മകളെ എന്ന് വിളിച്ച് ഇന്ന് വരെയും നമ്മെ നിലനിർത്തിയ ദൈവത്തിന്റെ പദ്ധതി. പ്രവാചകനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, അസ്ഥികൾ ജീവിക്കുന്നു. ഒരു സാധ്യതയില്ല സഹോദര, ഒരു സാധ്യതയില്ല, ജീവിക്കേണ്ട സാധ്യതയില്ല. കാരണം അസ്ഥികൾ ബന്ധം വിട്ട് കിടക്കുക. താഴ്വരയിൽ ഏറ്റവും അധികം, അല്ലേ, വളരെ അധികമാണ്, ഒരു സാധ്യതയുമില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അസാധ്യതകളെ കണ്ടുകൊണ്ട് മാറി നിൽക്കാതെ, കർത്താവേ അങ്ങനെ വിളിച്ചെങ്കിൽ, അങ്ങനെ അമ്മയെ നിർത്തിയെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാണ്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാർത്ഥമായി, ആത്മാർത്ഥതയോടെ കരങ്ങളടിച്ച്, കർത്താവേ നിന്റെ പദ്ധതി എത്ര ശക്തമാണ്, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ വേർപിച്ചാലോ, Hey,
ഈ അസ്ഥികൾ ജീവിക്കുന്നു. യഹോവയായ കർത്താവ് നീ അറിയുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം എങ്ങനെ നോക്കിയാലും ഒരു സാധ്യതയുമില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, പ്രവചിക്കാൻ ആവശ്യപ്പെടുന്നു. നമുക്ക് ചെയ്താൽ മതി പ്രിയപ്പെട്ടവരെ. ദൈവം പറഞ്ഞ് ചെയ്താൽ മതി. ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. ആമേൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഈ രാത്രി തയ്യാറാകാൻ എത്ര പേരുണ്ട്? ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ധൈര്യപ്പെടുത്താൻ ശക്തനാ. ഓ ഹല്ലേലൂയ. നമുക്കറിയാം, ആത്മശക്തി വ്യാപരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അസ്ഥിയോട് വന്നു ചേരും. മാംസവും ത്വക്കും വന്ന് പൊതിയാനിടയായി ജീവനുള്ള ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ വീണ് കിടന്നവർ എഴുന്നേറ്റെങ്കിൽ ആമേൻ ആമേൻ ചമഞ്ഞോട് ഒളിക്കാത്തവർ പറയുന്ന തിരിയെ കെടുത്താത്ത ദൈവം. ഓ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. ഹല്ലേലൂയ. അർത്ഥപ്രാണനായി വഴിയിൽ ആ മനുഷ്യൻ കിടക്കുമ്പോൾ പുരോഹിതനും ലേവ്യനും കടന്നു വന്ന് കാണാത്തവരെ പോലെ പോയെങ്കിലും ശമരിയക്കാരൻ കടന്നു വന്ന് അവന് വേണ്ടത് ചെയ്ത് കൊടുത്തില്ലേ? ആമേൻ. മുറിവുകളെ കഴുകി കെട്ടി വഴിയമ്പലത്തിൽ കൊണ്ടാക്കി ഒരു രാത്രി അവരോട് കൂടെ പാർത്തു. നല്ല സ്നേഹിതൻ, നല്ല കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. 2 മക്കൾ ഒരു വീട്ടിലുണ്ടായിരുന്നു. ഇളയ മകൻ സ്വത്തെല്ലാം വാങ്ങി ഇഷ്ടം പോലെ ജീവിച്ചു. ആമേൻ. ധൂർത്തപുത്രൻ, മുടിയൻ പുത്രൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. ഹല്ലേലൂയ. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവൻ തീരുമാനമെടുത്തു, എന്റെ അപ്പന്റെ വീട്ടിൽ അനേക കൂലിക്കാർ ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാൻ വളരെയധികം വിഷമിക്കുന്നു. തീരുമാനമെടുത്തു, അപ്പ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു. ഹൃദയത്തിൽ തീരുമാനമെടുത്തപ്പോൾ അവനിൽ മാറ്റം സംഭവിക്കുക. ആമേൻ. അവൻ അങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. അപ്പൻ ഓടി ചെന്നിട്ട് അവനെ ആലിംഗനം ചെയ്യുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്, അല്ലേ, ഉമ്മ വയ്ക്കുകയാണ്. അവന് വേണ്ടത് ചെയ്തു കൊടുക്കുകയാണ്. പുതിയ വസ്ത്രം, പുതിയ ചെരുപ്പ്, പുതിയ ആഹാരം, ഓരോ ദിവസവും നഷ്ടപ്പെട്ടതെല്ലാം അവന് മടക്കി കൊടുത്തെങ്കിൽ ഈ രാത്രി ഒരു മടങ്ങി വരവിന്റെ അവൻ ദിവസമായി മാറട്ടെ. ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഒന്നുകൂടെ. മുമ്പേ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നല്ല പ്രയോജനം എനിക്കും നിനക്ക്. ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം നടക്കുമോ? പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവേ, കാൽവരിയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായി. ആ വീണ്ടെടുപ്പിന്റെ വില ചിലപ്പോഴൊക്കെ അവഗണിച്ച് മാറിയിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്, വ്യസനപുത്രനായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ മടങ്ങി വരുന്നു എന്ന് പറയുവാൻ ഈ രാത്രി തയ്യാറാകട്ടെ. നമ്മുടെ വിടുതലിന്റെ രാത്രിയാണ് പ്രിയപ്പെട്ടവരെ. ചില അത്ഭുതങ്ങൾ ചില കുടുംബങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. നാളുകളായിട്ട് അനുഭവിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങൾ ഈ രാത്രി ദൈവം അടിച്ചു മാറ്റാൻ പോകുകയാണ്. ചില സാമ്പത്തികമായ പ്രതിസന്ധികളെ ബ്രേക്ക് ത്രൂ ആയി ഈ രാത്രി ദൈവം മാറ്റാൻ തയ്യാറാവുകയാണ്. ഈ ദൈവം എന്റെ ദൈവം, ഓ ഈ ദൈവം എന്റെ ദൈവം.
ഇതുപോലെ മരണകരമായ പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതാണ്. സാക്ഷ്യം പറയാൻ പോയാൽ ഒത്തിരി സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഒരു വാക്ക് പോലും ഞാൻ പറയാതിരുന്നത്. 1.5 വർഷം മുമ്പ് ഒരു വലിയ അപകടത്തിൽപ്പെട്ട് ഒരു 10 മണിയായ സമയത്ത് എരുമേലിയിൽ നിന്നും ബൈക്ക് ഓടിച്ച് വരുമ്പോൾ അപകടത്തിൽപ്പെട്ട് റോഡിൽ 10 മിനിറ്റ് ഞാൻ കിടക്കാനിടയായി. എൻ്റെ ഇടത്തേക്കാൽ തകർന്നു പോയതാണ്. മുട്ടിൻ്റെ ഭാഗത്ത് മറ്റൊരു സാധനം വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 4 മാസം ഒരേ കിടപ്പ് കിടന്ന വ്യക്തിയാണ്. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി സൗഖ്യത്തോടെ നിങ്ങളോട് ചേർന്നായിരിക്കാൻ ഇടയാക്കിയത് ഈ ദൈവത്തിന് അത്ഭുതകരമാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ വേളയിലും തള്ളിക്കളയാത്തൊരു നല്ല ദൈവം. കർത്താവേ, എനിക്ക് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഉപയോഗമില്ലാത്തവനായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നവർ വല്ലകരം ഒന്ന് ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഉയർത്തപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കായി കാര്യങ്ങൾ താഴ്ത്തിയിട്ടാണ്. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഈ നിർജ്ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുവാനും അവിടുത്തെ വരവനായിട്ട് ഒരുങ്ങി കാത്തിരിപ്പാനും നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഈ സഭയെ അനുഗ്രഹിക്കണം. കർത്തദാസിന്റെ കുടുംബത്തെയും അവിടുന്ന് മാനിക്കണമേ. ഈ പട്ടണത്തിൽ അവരെ ഉപയോഗിക്കുമാറാകണമേ. മഹത്വമെല്ലാത്തിനും എനിക്ക് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ.